ഒരു സീനിയോറിറ്റി ഉണ്ടാവില്ലേ? ചേച്ചി അനിലേട്ടനായിട്ടൊക്കെ കുറെ അഭിനയിച്ചിട്ടില്ലേ നമ്മുടെ കുറെ സീരിയലൊക്കെ നായകനായിട്ട് അനിൽ എന്ന് പറഞ്ഞിട്ട് അൽമോഹനാണോ? അനിൽമോഹനായിട്ട് പിന്നെ തീർച്ചയായിട്ടും അദ്ദേഹം ഇപ്പോഴും യങ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പുള്ളിയായിട്ടുള്ള അനുഭവം കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ അദ്ദേഹത്തെ ആരും എക്സ്റ്റാബ്ലിഷ് ചെയ്ത് സംസാരിച്ചിട്ടില്ല. അനിലേട്ടനായിട്ടുള്ള ഒരു എനിക്കൊന്ന് പെയറായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ കുറെ പേരായിട്ട് ചെയ്തിട്ടുണ്ട്, സഹോദരിയായിട്ടും ചെയ്തിട്ടുണ്ട്. കൂടുതൽ എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടിട്ടുള്ളതും സീരിയൽ കണ്ടിട്ടുള്ളതും അദ്ദേഹമായിട്ടുള്ള സീരിയൽസാണ് കണ്ടിട്ടുള്ളത്. അല്ലേ? അത് എത്ര ചെയ്തിട്ടുണ്ട്? കുറച്ചധികം ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം ചെയ്തിട്ടുള്ളൂ. നമ്മുടെ രാഘവനങ്കിളല്ലേ, ആ നമ്മുടെ പഴയ അറിയാം രാഘവനങ്കിൾ ഒരു സീരിയൽ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ദേവാംഗണം എന്ന് പറഞ്ഞിട്ട്. അതിലല്ലേട്ടൻ എനിക്കൊന്ന് ആ എപ്പിസോഡ്സ് മാറി മാറി കണ്ടതായിരിക്കും ഞാൻ തോന്നിയത് ഒത്തിരി അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളത്. പിന്നെ ഏറ്റവും കൂടുതൽ അഭിനയിച്ച ആറ് കൂടാണ് ആക്ടറായിട്ടുള്ളത്. അങ്ങനെ ഒരു ആർട്ടിസ്റ്റിന്റെ കൂടെ ഇല്ല, ഓരോ സീരിയലിലും ഓരോരുത്തർ തന്നെ ആയിരിക്കും. അങ്ങനെ ഒരു റിപ്പീറ്റേഷൻ അതെ ഇതുവരെ റിപ്പീറ്റേഷൻ ഇല്ല. വന്നിട്ടില്ല. അതെ 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 ഓരോന്നിലും ഓരോ ഇതായിരിക്കും. ചിലപ്പോൾ പുതിയ ആൾക്കാരായിരിക്കും, ചിലപ്പം സീനിയേഴ്സ് തന്നെ ആയിരിക്കും, അങ്ങനെ പോകുന്നത്. അല്ല എങ്കിലും നമ്മൾ പർട്ടിക്കുലർ ആയിട്ടുള്ള നമുക്കിപ്പം സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് കുറേ എല്ലാ സീരിയലും കാണുമല്ലോ. ഇങ്ങനെ ചാടി 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 പെട്ടെന്ന് തോന്നുന്നത് ബീനാണ്ടി ചേച്ചി തന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അങ്ങനെ ആരെങ്കിലും ഏറ്റവും കൂടുതൽ അഭിനയിച്ച ആരെങ്കിലും ഉണ്ടോ? ഇപ്പം 150 സീരിയലിൽ ഇപ്പം നമ്മളിപ്പം ഒന്നിൽ നിന്ന് അടുത്തിലേക്ക് പോകുമ്പോൾ അതിലും ആ ആൾ കാണും, പിന്നെ അതിലേക്ക് പോകുമ്പോൾ അതിലും ആ ആൾ കാണും. അങ്ങനെ ഒരുപാടൊന്നുമില്ല, 2-3 സീരിയൽ, അതിൽ കൂടുതലൊന്നും ആരും റിപ്പീറ്റേഷൻ വന്നിട്ടില്ല. പിന്നെ കോമ്പിനേഷൻ വരുന്നതാണല്ലോ നമ്മൾ കൂടുതൽ നോക്കുന്നത്, ആ സീരിയലുണ്ട് എന്നുള്ളതല്ലല്ലോ, അഭിനയിക്കുമ്പോൾ കോമ്പിനേഷൻ എന്നുള്ളതാണ്. അങ്ങനെ അധികം ആരും വന്നിട്ടില്ല, ഒരു 2-3 ഇത് അത്രയൊക്കെ വന്നിട്ടുള്ളൂ. ഈ 2000 സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ആക്ടിങ് കരിയർ, 2001 സ്റ്റാർട്ട് ചെയ്ത ആക്ടിങ് കരിയർ 2024 ആകുമ്പോഴത്തേനും ഒത്തിരി മോഡിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. ഇൻഡസ്ട്രിയിൽ തന്നെ ക്യാമറയിലായാലും അവരെടുക്കുന്ന രീതിയിലായാലും ഒക്കെ ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഹൗ ഡു യു ഫീൽ? ആക്ടിങ് അന്നും ഇന്നും ഒരുപോലെ തന്നെ. ആക്ടിങ് അല്ല ഞാൻ ചോദിച്ചത്, ബാക്കിയുള്ള പിന്നിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സൈഡ്, ടെക്നിക്കൽ സൈഡ് എന്താണെന്നുള്ളത് ചിന്തിക്കുന്നില്ല. ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ല, ഞാൻ വളരെ അപൂർവമായിട്ട് മാത്രം ഇങ്ങനൊരു ഇതിൽ നിൽക്കുന്ന ആളാണ്. അഭിനയിക്കാൻ വീട്ടിൽ പോകുക എന്നുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ കൂടുതൽ ടെക്നിക്കൽ വശങ്ങളും അങ്ങനെയൊന്നും നോക്കുന്നില്ല. വരുന്നു, അഭിനയിക്കുന്നു, അപ്പം അതിൽ എനിക്ക് എങ്ങനെ ബെറ്റർ ആക്കാൻ പറ്റും അത്രയും മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഇപ്പം എല്ലാം കാണാറുണ്ട്, എല്ലാവരും സിനിമയും സീരിയലും ഒക്കെ കണ്ടിട്ട് അതെങ്ങനെയുണ്ട് എന്താന്നുള്ളത് ഞാൻ നോക്കുന്നുണ്ട്. എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളത് ആ ഒരു വാശി വേണമല്ലോ, എപ്പോഴും വേണം. ഇപ്പോഴും സീൻസ് കാണുമ്പോൾ തോന്നുന്നു, പക്ഷേ അത് ചെയ്തത് ശരിയായില്ല, കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു, എന്നാലും ഡയറക്ടറിന് പറഞ്ഞുകൂടായിരുന്നു, ഒന്നുകൂടെ എടുത്തുകൂടായിരുന്നു എന്ന് ചിന്തിക്കും. എല്ലാവരും പറയുന്നത് ഓക്കെയാണ്, പക്ഷേ എനിക്ക് ചില സമയങ്ങളിൽ തോന്നുന്നു അങ്ങനെ. കുശുമ്പ് ആർക്കും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഞാൻ ചെയ്യുന്നേക്കാൾ ഒരു പൊടി മുന്നിൽ കയറി എനിക്ക് എന്നെ അതിലും അങ്ങനെ കുശുമ്പല്ല, മെച്ചപ്പെടുത്തണം തോന്നിയിട്ടുള്ള ആർട്ടിസ്റ്റ് ആരായിരിക്കും പറയുകയാണെങ്കിൽ? അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തോന്നിയിട്ടില്ല, എല്ലാവരും ഓരോ വഴിയിൽ നന്നായി ചെയ്യുന്നവരാണ്. ചേച്ചി ഡിപ്ലോമാറ്റിക് ആയിട്ട് ആൻസർ പറയാം. അല്ല, ഡിപ്ലോമാറ്റിക് എന്നല്ല, ഞാൻ എൻ്റെ വഴിക്ക് നന്നാക്കാൻ നോക്കുന്നു, അത്രേ ഉള്ളൂ. എനിക്ക് എവിടെ മെച്ചപ്പെടുത്താൻ പറ്റുമോ നോക്കുന്നുണ്ട്. പിന്നെ ആരഭിനയിക്കുന്നത് നല്ലതാണെങ്കിൽ അത് പറയാറുമുണ്ട്, അത് ചെറിയ തെറ്റുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാറുമുണ്ട്. വാശിക്ക് അഭിനയിച്ചിട്ടുള്ള ഏതെങ്കിലും സംഭവങ്ങൾ? വാശി അതായത് എനിക്കൊന്ന് നെഗറ്റീവ് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ടല്ലേ. നേരത്തെ ചെയ്യുന്ന വളരെ സാധുവായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നത് പോസിറ്റീവ്സ് ആണ്. ഇപ്പം കുറച്ച് നാളായിട്ട് കാണാറുള്ളത് നെഗറ്റീവ്സ് ആണ്. ഈ ചന്ദ്രികയിൽ ഏതെങ്കിലും ചന്ദ്രകാന്തം, അതിനകത്ത് എന്ത് കഥാപാത്രമാണ് ചെയ്യുന്നത്? നെഗറ്റീവാണ്, അതുകൊണ്ടാണ് ചോദിച്ചത്. അതില് അരുന്ധതി ദേവിയാണ് മെയിൻ സംഭവം വരുന്നത്. നെഗറ്റീവിന്റെ മൊത്തം കൂട് അവിടെയാണ്. അരുന്ധതി ദേവിയുടെ കൂടെ തന്നെ ആ കുടുംബത്തില് മൂന്നാമത്തെ കഥാപാത്രത്തിന്റെ പേര്? കഥാപാത്രം മോഹിനി. മോഹിനി കറക്റ്റ് ഫേസിനനുസരിച്ചുള്ള പേര് കേട്ടോ. പക്ഷെ ചെയ്യുന്ന പ്രവർത്തനം വേറെ അല്ലേ? ഇവിടെ കളിയാക്കാറുണ്ട്, മോഹിനി എന്ന് വിളിക്കുമ്പോൾ കാണാൻ പറ്റിയത് കൊള്ളാം, മോഹിനി തന്നെയാണ്. ചേച്ചി ജീവിതത്തിലേക്ക് വരുവാണെങ്കിൽ വീട്ടിൽ എനിക്ക് തോന്നുന്നു അധികം ആർക്കും അറിയില്ല വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളതൊന്നും ആർക്കും അറിയില്ല. വീട്ടിൽ ആരൊക്കെ ഉണ്ട് ചേച്ചി? വീട്ടിലിപ്പോൾ ഞാൻ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. അമ്മ അമ്മേശൻ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, എല്ലാവരും ട്രിവാൻഡ്രത്തന്നല്ലേ സെറ്റിൽ ചെയ്തിരിക്കുന്നത്? ഈ എല്ലാവരും ആഗ്രഹം 70mm സ്ക്രീനിൽ കാണാനാണ് ആഗ്രഹം. ഒരു 10 സീരിയൽ കഴിയുമ്പോഴത്തേക്കിന് ചേച്ചി എന്തുകൊണ്ടാണ് ഇതിൽ തന്നെ ഒരു 150 സീരിയൽ തന്നെ പിടിച്ചു നിന്നത്? ചാൻസ് കിട്ടാനിട്ടാണോ, അല്ല അതല്ല വേണ്ട എന്ന് മാറി ഒതുങ്ങി നിന്നതാണ്? ചാൻസ് കിട്ടാനിട്ടല്ല, കാരണം ആ വന്ന സമയങ്ങൾ ഫുൾ ആ സമയം നേരെ ഇവിടുന്ന് സീരിയൽ അഭിനയിച്ച് കഴിഞ്ഞാൽ 2 സീരിയൽ ചെയ്ത് കഴിഞ്ഞാൽ നേരെ തമിഴിലോട്ടാണ് കൊണ്ടുവന്നത്. ആ ഒരു ഇതായിരുന്നു അന്നത്തെ സമയത്ത്. കാരണം മലയാള സീരിയൽ അഭിനയിക്കുന്നത് നല്ല കുട്ടികളാണ്, അവരെ തമിഴിലോട്ട് എടുക്കണം എന്നുള്ളത് കുറേ ഓഫർ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ പൊതുവേ വീട് വിട്ട് അങ്ങനെ അധികം പോയി നിൽക്കുന്ന ആളല്ലായിരുന്നു. അപ്പോൾ മാക്സിമം ട്രിവാൻഡ്രം പോയിട്ടില്ല എന്നല്ല പറയുന്നത്, മാക്സിമം ട്രിവാൻഡ്രം തന്നെയാണ് ഞാൻ ചെയ്തത്. പിന്നെ അത്യാവശ്യം അല്ലറച്ചിറ ഇടയ്ക്കൊരു യാത്രയൊക്കെ ഇഷ്ടപ്പെടുമ്പോഴത്തേക്കും ദൂരെ പോയി ചെയ്യുമല്ലോ. അപ്പം പിന്നെ ആ സമയത്തൊരു സിനിമകളൊന്നും അങ്ങനെ വന്നിട്ടില്ല.
എന്നിട്ട് 3 പടം ചെയ്തായിരുന്നു. അത് ജസ്റ്റ് ഗസ്റ്റ് അപ്പിയറൻസ് എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ തമിഴിലേക്ക് പോകുന്ന പറഞ്ഞാൽ 2 സീരിയൽ ചെയ്യുമ്പോൾ തമിഴിലേക്ക് പോകുന്ന പറഞ്ഞാൽ തമിഴ് സീരിയൽ ചെയ്യാനായിട്ടാണോ? തമിഴ് സീരിയൽ സീരിയൽ തമിഴ് സീരിയലൊന്നും എനിക്ക് തോന്നുന്നില്ല വലുതായി. തമിഴ് സിനിമയാണ് പെട്ടെന്ന് എല്ലാവരും വിളിക്കുന്നത്. അങ്ങനെയായിരുന്നു. ചേച്ചി പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് തമിഴ് ഇൻഡസ്ട്രിയിൽ പോകുന്നത് ഏറ്റവും വലിയ ലക്കാണെന്ന് കേട്ടിട്ടുണ്ട്. അതിൽ കിട്ടുന്നത് ഏറ്റവും വലിയ ചേച്ചി ആ കണ്ണെന്ന് അടച്ച ചേച്ചി എങ്ങനെയാണ്? അല്ല ചില ക്യാരക്ടർ ചില ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനെ ഉർവശി ചേച്ചി ചെയ്യാറുണ്ട്. ഞാൻ അതാ ഒന്നുകൂടെ ഞാൻ ചോദിച്ചത് ചേച്ചി ഒന്ന് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അത് പെട്ടെന്ന് അറിഞ്ഞുകൊണ്ട് വന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ അതുകൊണ്ട് ഒന്നുകൂടെ ചെയ്യാൻ പറ്റുമോ ചേച്ചി ചെയ്തത്? ഈ തമിഴ് ഇൻഡസ്ട്രിയിൽ പോകുമ്പം ഭയങ്കര ലക്കാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാര്യം അതിൽ കുറേ കേരളത്തിലുള്ള കുറേ ആക്ടേഴ്സിന് തമിഴിലെ ആക്ടർമാരെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ക്രഷാണ്. അങ്ങനെ എന്തെങ്കിലും ക്രഷ് തോന്നിയിട്ട് അഭിനയിക്കാൻ തോന്നിയൊരു തമിഴ് ഇൻഡസ്ട്രിയുടെ നായകനുണ്ടോ? അങ്ങനൊന്നും ചിന്തിച്ചിട്ടില്ല. എങ്കിലും അഭിനയിക്കണമെന്ന് തോന്നിയിട്ടുള്ള ആദ്യ കൂടെ വർക്ക് ചെയ്യാൻ വിളിച്ചാൽ ഇപ്പം ഭയങ്കര സന്തോഷമായിരിക്കും. എത്രയോ നല്ല നല്ല ആർട്ടിസ്റ്റുകളുണ്ട്. ഞാൻ സിനിമ എന്നുള്ള ലെവലിലേക്ക് ചിന്തിക്കുന്നത്. കാരണം ഞാൻ ഈ ദൂരോട്ട് പോവാത്തത് കൊണ്ടാവാം ഞാൻ സീരിയൽ ലോകത്ത് തന്നെ ഇതായി പോയി. അപ്പം ഇപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെയല്ല, ആ സീരിയൽ മതി, ഓക്കെ, ഞാൻ കംഫർട്ടാണ്, സിനിമ കിട്ടിയാൽ ചെയ്യില്ല എന്നല്ല, ഓക്കെ നോക്കാം, അങ്ങനെയുള്ള. അപ്പം ഇങ്ങനെ ഡ്രീം എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ കൂടെ അഭിനയിക്കുക അങ്ങനെയൊന്നുമില്ല. ഏത് ആർട്ടിസ്റ്റിനോടായാലും ഞാൻ രഞ്ജിനി ചേച്ചി പ്രതീക്ഷിക്കുന്നതല്ലോ. നമ്മുടെ ഈ സീരിയലിൽ വരുമ്പോൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല രഞ്ജിനി ചേച്ചി ഉണ്ടെന്ന്. അപ്പോൾ ഫസ്റ്റ് ടൈം വന്നപ്പോൾ ഇന്ന ആർട്ടിസ്റ്റുകൾ ശരി, ഓക്കെ, എല്ലാവരും സെറ്റ്, ഓക്കെ, വന്ന് കാണാം എന്നുള്ളതിലും. ചേച്ചി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഭയങ്കര പേടിയായിരുന്നു. എൻ്റെ ദൈവമേ, രഞ്ജിനി ചേച്ചിയോ, എത്ര വർഷം മുമ്പുള്ളതാ ചിത്രമൊക്കെ നമ്മൾ കണ്ടിട്ട്. അതെ, ചേച്ചി വന്ന സമയത്ത് ഭയങ്കര ഒരു പേടിയായിരുന്നു സംസാരിക്കാനൊക്കെ, എങ്ങനെയാവും ആ ഒരു. പക്ഷെ ഇപ്പോഴും അറിയുന്നില്ല പാവാന്നുള്ളത്. അത് ചില റിയാലിറ്റി ഷോ, ഈ ഗെയിം ഷോസ് ഉള്ള ചാനൽസിൽ പുള്ളിക്കാർ ജഡ്ജായിട്ട് പോയിരിക്കാറുണ്ട്. അപ്പോൾ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. സംസാരമൊക്കെ എങ്ങനെയാണ്? ഇംഗ്ലീഷ് കലർത്തിയാണോ അതോ സ്ലാങ് വ്യത്യാസമുണ്ടോ? ഇംഗ്ലീഷ് കുറച്ച് പ്രശ്നമാണ്. അമേരിക്കയിലല്ല, ഓസ്ട്രേലിയ, സിംഗപ്പൂരിലായിരുന്നു ബേസ്ഡ് ആണ്. ഇപ്പോൾ പുള്ളിക്കാരായിട്ടുള്ള ഫസ്റ്റ് സീൻ ഏതായിരുന്നു ഇവിടെ ഇന്നത്തെ? ചേച്ചിയായിട്ട് ഫസ്റ്റ് ഇന്ത്യവരം വീടിന്റെ മെയിൻ ഹാളിലിരുന്ന് എല്ലാവരും കൂടെ സംസാരിക്കുന്നത്, മൊത്തം എല്ലാവരും നിരന്നിരുന്ന ഒരു ചർച്ച നടക്കുന്നത് കല്യാണ കാര്യത്തെ പറ്റിയാണെന്ന് തോന്നുന്നു. ഗൗതമിന്റെയും അർജുൻ്റെയും കല്യാണത്തിനെ പറ്റി എന്തോ സംസാരിക്കുന്നതാണെന്ന് തോന്നുന്നു. അതാണ് ഫസ്റ്റ് എടുക്കുന്നത്. ചേച്ചി, എൻ്റെ അമ്മ മരണപ്പെട്ടു എങ്കിലും അമ്മ കാണുന്ന സമയത്ത്, സീരിയൽ കാണുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് എല്ലാവരും ഇവരുടെ കോസ്റ്റ്യൂമിലാണ് നോക്കുന്നത്. സാരി, ഓർണമെൻറ്റ്സ് എല്ലാമാണ്. പിന്നെ അതുപോലെ മേക്കപ്പ്, പൊട്ട് പോലും നോക്കുന്ന ആൾക്കാരുണ്ട്, മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും. ഇതൊക്കെ നമ്മുടെ ഓൺ കോസ്റ്റ്യൂമാണെന്ന് അറിയാം. ഇപ്പം എങ്ങനെയാണ്? അന്നത്തേക്കാളും കുറച്ചുകൂടെ കോസ്റ്റ്യൂം കൂടിയിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ബോഷായിട്ടുള്ള അല്ലേ? പണ്ട് അങ്ങനെ ഇല്ല. പണ്ട് വളരെ കുറവാണ്. പണ്ടെല്ലാം നാട്ടിൻ പുറത്ത് നടക്കുന്ന കടകൾ, അങ്ങനത്തെ ഒരു സംഭവങ്ങളിൽ പോകുക. അധികം നമുക്ക് പൈസ വരാത്ത രീതിയിലുള്ള കോസ്റ്റ്യൂംസ് അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എല്ലാം ഹാഷ് ബുഷ് ഫാമിലി കാണിക്കുന്നുണ്ട്. അപ്പം ആ രീതിയിലുള്ള ഡ്രസ്സിങ്. പിന്നെ അത് മാത്രമല്ല, പാവപ്പെട്ടതാണെങ്കിലും കുറച്ചൊക്കെ ഒരു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കാരണം എല്ലാവരും നോക്കിയിട്ട് കൂടുതൽ ആണുങ്ങളല്ല ഇത് കാണുന്നത്, സീരിയൽ കാണുന്നത്. ഇഷ്ടംപോലെ ആണുങ്ങൾ കാണുന്നുണ്ട് ഇപ്പൊ കാണുന്നുണ്ട്. പക്ഷെ എന്നാലും പൊതുവെ സ്ത്രീകൾക്കാണ് സീരിയൽ എന്നൊരിതുണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ ശ്രദ്ധ പോകുന്നത് എങ്ങോട്ടായിരിക്കും? നോക്കുന്നില്ലല്ലോ, ഇട്ടിരിക്കുന്ന കമ്മല് കൊള്ളാമോ, പൊട്ട് കൊള്ളാമോ, മാല കൊള്ളാമോ, അതാണ്. അതുകൊണ്ടാണ് കൂടുതൽ ശ്രദ്ധിക്കും.